ഇത് ടിപ്പു സുൽത്താൻ്റെ കുതിര ചാടുന്നാ പറയണത്. ഇത്ര വലിയ സാധനം ചാടും തോന്നണം, അതൊരു കുതിര. വല്ല പറക്കണ പക്ഷി എന്തെങ്കിലും ആണെങ്കിൽ പറന്നു പോവാ പറയാ. ദേശീയബന്ധല്ലേ, അപ്പം ഇന്ന് ചേച്ചിക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ കൊണ്ടുവിടാനും പോകണം, വിളിക്കാൻ പോലെ അവിടെ തന്നെ നിന്ന് വിളിച്ചിട്ട് വേണം വരാൻ. ഈ ആമയില്ലേ ഡേഞ്ചർ ആണ് കേട്ടോ, ഡേഞ്ചർ ആണെന്നാ പറഞ്ഞത്. ഒരു കടിക്കുക അങ്ങനെ എന്താ ചെയ്യുക. എന്തായാലും ഗൈസ് അവസ്ഥ ഫുള്ള് പോസ്റ്റ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴൊക്കെയാണ് ഒരു ഗേൾ ഫ്രണ്ട് വേണ്ടത് അല്ലേ ഗായ്സ്. നമ്മുടെ ഗായ്സ് ഇത് എന്നെ കൊണ്ടാവില്ല. എനിക്കാണെങ്കിൽ കഴിയാത്തതിൻ്റെ സങ്കടം, അവൾക്ക് കഴിയണതിൻ്റെ സങ്കടം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് ദേശീയബന്ധല്ലേ, അപ്പം ഇന്ന് ചേച്ചിക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ കൊണ്ടുവിടാനും പോകണം, വിളിക്കാൻ പോലെ അവിടെ തന്നെ നിന്ന് വിളിച്ചിട്ട് വേണം വരാൻ. 1:30 വരെ ഉണ്ട് ഡ്യൂട്ടി അവൾക്ക്, 7:30 തൊട്ട്. അപ്പോൾ അവിടെ തന്നെ നിന്ന് വിളിച്ചിട്ട് വരണം. പിന്നെ ഹോസ്പിറ്റലായതുകൊണ്ട് എനിക്ക് ഡെർമറ്റോളജിസ്റ്റിനെ ഒന്ന് കാണിക്കണം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൈ കാണില്ല, ഒരു ചെറിയ അലർജി പോലെ ഉണ്ട് 2 കൈയിലും, സ്കിന്നിൽ. അപ്പോൾ കാണണം, ഡോക്ടറിനെ ഒന്ന് കാണണം. കണ്ടു കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വരാനാണ് പ്ലാന്. അപ്പോൾ എന്തായാലും പോവാം ഗൈസ്. ബൈ ഗൈസ്. അപ്പോൾ ഇറങ്ങുകയാണെങ്കിൽ നേരെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാണാം. ബൈ 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 ഗൈസ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. ശില്പ പോയിട്ടാ, ഞാൻ വണ്ടി നിർത്തിയിട്ട് എനിക്ക് 8 മണിക്ക് എത്താൻ പറഞ്ഞത്. ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ 8 മണിക്ക് എത്തണം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സമയം 7:30 ആയിട്ടുള്ളൂ. ഇനി 8 മണി വരെ ഇങ്ങനെ നിൽക്കുക. പിന്നെ വരുന്ന വഴിക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഇനി പണി മുടക്കല്ലേ, അപ്പോൾ റോട്ടിൽ വല്ല എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അതൊന്നും ഉണ്ടായിരുന്നില്ല. ആരും ഉറങ്ങി എണിച്ചിട്ടുണ്ടാവില്ല തോന്നുന്നു, പണി മുടക്കുണ്ടാവുന്ന ആൾക്കാരൊന്നും. പിന്നെ എന്താ തണുപ്പ്, ഫുള്ള് തണുപ്പ്. ഇനി ഉച്ചയ്ക്ക് പോകുമ്പോൾ നല്ല ചൂടുമായിരിക്കും, ഫുള്ള് സീന്. എന്നിട്ട് ഇങ്ങനെ ഇവിടെ എത്തി. ഇനി എനിക്ക് അവിടെ പോകണം. ഈ ബുക്കിംഗ് ചെയ്ത സാധനം കാണിച്ചിട്ട് OP എടുക്കണം, പിന്നെ ഡോക്ടറിനെ കാണണം. എന്തായാലും 1:30 വരെ ശില്പയ്ക്ക് ഡ്യൂട്ടി ഉണ്ട്. ഈ 1:30 വരെ ഞാൻ ഇനി ഇവിടെയൊക്കെ തന്നെ നിൽക്കണം. ഇവിടെയൊക്കെ കടയുണ്ടോ എന്തോ, കടയൊന്നും കാണാനില്ല കേട്ടോ ഗൈസ്, തുറന്നിട്ടില്ല. കാരണം ആഹാരമൊന്നും കഴിച്ചിട്ടും ഇല്ല. ഇനി ഉച്ചവരെ നിൽക്കണ്ടേ ഒന്നും കഴിക്കാണ്ട്, സീനാണ്. പിന്നെ ഞാൻ എന്തായാലും അവിടെ പോയി നോക്കട്ടെ എന്നാ സെറ്റപ്പ് എന്ന്. ഗൈസ് ഞാനങ്ങനെ ടോക്കൺ എടുത്തു, സെറ്റായി. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ബുക്ക് ചെയ്തിട്ട് വന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ കിട്ടി. ഇനി ഇവിടെ വന്നിരിക്കണം. നമ്മുടെ ടോക്കൺ 10 ഗൈസ്. അതെനിക്ക് ബുക്ക് ചെയ്തപ്പോൾ തന്നെ അറിഞ്ഞു. പിന്നെ കയ്യിൻ്റെ ഇഷ്യൂ പറഞ്ഞത് കണ്ടോ, കയ്യിൽ ഒരു ചെറിയ അവിടെ ക്യാമറ കൂടെ നോക്കുമ്പോൾ കാണില്ല. എനിക്ക് കണ്ണോട് നോക്കുമ്പോൾ കാണില്ല, പക്ഷേ ഇത്തിരി ഒരു വേദന പോലെ. ഞാനാണെങ്കിൽ നെയിൽ കട്ട് ചെയ്യാൻ മറന്നു ഗൈസ്. മറന്നിട്ട് വന്നു. ഇനി ഡോക്ടറിൻ്റെ അടുത്ത് കാണിക്കുമ്പോൾ എങ്ങനെ കാണിക്കും? ഇപ്പോൾ കാണിക്കുമ്പോൾ ഡോക്ടർ അറിയില്ലേ ചെക്കൻ നഖവും വെട്ടാണ്ട് വന്നിരിക്കണമെന്ന്. ഗൈസ് നമ്മുടെ OP വന്നിട്ട് മേളിലാണ്. അപ്പോൾ മേളിൽ പോവാം. ഡോക്ടർ മേളിലായിരിക്കണേ. സമയമായിട്ടില്ല കേട്ടോ, ഡോക്ടർ ഒന്നും വന്നിട്ടുണ്ടാവില്ല. എന്നാലും നമുക്ക് പോയി നിൽക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ ഡോക്ടറിനെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഫിസിഷ്യനെ പോയി കാണാൻ മെഡിക്കലിൽ. കാരണം ഇതിൽ നോക്കിയിട്ടൊന്നും കാണുന്നില്ല, അതുകൊണ്ട് അവിടെ പോയി കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. ഗൈസ് അപ്പോൾ നമ്മളിതാ ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ വാങ്ങിച്ചത് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം സ്കിൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട്, അപ്പോൾ ഡോക്ടർ പറഞ്ഞു കയ്യിൽ നോക്കിയിട്ടൊന്നും കാണുന്നില്ല, മെഡിസിനിൽ കാണിക്കാൻ പറഞ്ഞു. പിന്നെ നേരെ പോയി മെഡിസിനിൽ കുറച്ച് മരുന്ന് എഴുതി തന്നിട്ടാണ് മെഡിസിനിൽ കാണിക്കാൻ പറഞ്ഞത്. പിന്നെ നേരെ പോയി മെഡിസിനിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു പച്ചക്കറിയൊക്കെ കഴിക്കുന്നുണ്ടോയെന്ന്. ഞാൻ കഴിക്കണില്ല ഗൈസ്, ബിക്കോസ് ഞാനൊരു നോൺ വെജിറ്റേറിയൻ ആണ്. എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് പച്ചക്കറി ആണെങ്കിൽ ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ വിറ്റാമിൻ്റെ കുറവ് എന്തെങ്കിലും ആയിരിക്കും. പിന്നെ കയ്യിൽ കെമിക്കൽ എന്തെങ്കിലും ആക്കിയിട്ടുണ്ടായോ ചോദിച്ചു. കെമിക്കലൊന്നും ഞാൻ ആക്കിയിട്ടില്ല. സാനിറ്റൈസർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 2-3 ദിവസം മുന്നേ. ഇനി അതാണോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്, പക്ഷേ അത് അങ്ങനെയൊന്നും ആവില്ലല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. എന്നെ ഡോക്ടറിനെ കണ്ടപ്പോൾ കുറച്ച് മെഡിസിനൊക്കെ എഴുതി തന്നു. അതിൽ കുറച്ചെണ്ണം ഇവിടുന്ന് ഹോസ്പിറ്റലിൽ തന്നെ കിട്ടി. ബാക്കി ഓയിൻമെൻറ്റ് എന്തോ പുറത്തുനിന്ന് വാങ്ങിക്കണം. ഞാൻ അതെല്ലാം കഴിഞ്ഞ് അത്രേ ഉള്ളൂ. ഇനി എന്നിട്ട് മാറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റ് എന്തോ ഉണ്ട് കണ്ടോ, അത് ഈ പേപ്പറിൽ. ആ ടെസ്റ്റും ചെയ്തിട്ട് വേണം വരാൻ. ഇല്ല എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് വരിക, കാണിക്കുക. മാറും തോന്നുന്നു, വിറ്റാമിൻ്റെ എന്തിനോ കുറവാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. കാരണം പച്ചക്കറി കഴിക്കുമോ എന്ന് ചോദിച്ചപ്പോഴേ എനിക്ക് അറിഞ്ഞു ഇത്. ഞാൻ എന്തായാലും പോയിട്ട് ഇതൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് വിശക്കുണ്ട് നല്ലോണം. അപ്പോൾ ചായ കുടിക്കാൻ എന്തെങ്കിലും പോട്ടെ. കട തുറന്നിട്ടുണ്ടാകുന്ന ആദ്യം തിരയണം ഗൈസ്. അപ്പോൾ മെഡിസിൻ എല്ലാം വണ്ടിയിൽ വെച്ചു. ഇനി ഇതായി OP ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി മെഡിസിൻ കിട്ടാനില്ലേ അത് വാങ്ങിക്കാൻ പോകണം. ഒരു മെഡിക്കൽ ഷോപ്പ് തുറന്നുണ്ട്, അവിടെ പോയി നോക്കാം. എനിക്കാണെങ്കിൽ ആദ്യം വിശക്കുണ്ട്, ആദ്യം എന്തെങ്കിലും കഴിക്കണം. എന്തായാലും മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞിട്ട് നോക്കാം. അവിടെ എന്തായാലും പോയി നോക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മുടെ മരുന്ന് കിട്ടിയില്ല കേട്ടോ മെഡിക്കൽ ഷോപ്പിൽ പോയപ്പോൾ. ഇനി എന്തായാലും ഗുളികയുണ്ടല്ലോ, നമുക്ക് ക്രീമാണ് എന്തോ കിട്ടാനുള്ളത്, അത് വടനൂര് പോയി വാങ്ങിക്കാം. ഇനി എന്തായാലും കഴിക്കാൻ പോട്ടെ ഗൈസ്. അങ്ങനെ നമ്മളിപ്പോൾ ചായ കുടിക്കാൻ എത്തിയിട്ടാ. ഇവിടെ ഒരു കട തുറന്നുണ്ട് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ എന്തായാലും ഇനി ചായ കുടിച്ചിട്ട് ബാക്കി നോക്കാം ഗൈസ്. അങ്ങനെ ഇപ്പോൾ ഞാൻ ചായയും വടയും കഴിച്ചു.
ബട്ട് എൻ്റെ വിശപ്പ് മാറിയിട്ടില്ല. ഇനി അവിടെ തന്നെ വേറെ കഴിക്കാൻ എനിക്ക് തോന്നിയില്ല. ഇനി വേറെ എവിടെയെങ്കിലുമൊക്കെ പോകണം. അവിടെ എവിടെയെങ്കിലും പോയി നോക്കാം. പാലക്കാട് കോട്ട കാണിച്ചു തരാം കേട്ടോ ഗൈസ്, നിങ്ങൾക്ക് പറ്റിയ. തുറന്നിട്ടുണ്ടാന്ന് അറിയില്ല, ജസ്റ്റ് എൻ്റെ ഫ്രണ്ട് കാണിച്ചു തരാം. അവിടെ എവിടെയും വേറെ കടയുണ്ടെങ്കിൽ ഒന്നും കൂടെ കഴിക്കണം. വിശക്കിടും. പടിമുടക്കായിട്ട് തിരക്കിന് വലിയ കുറവൊന്നും ഇല്ല കേട്ടോ ഗൈസ്, സാധാരണ പോലെ തന്നെ തിരക്കൊക്കെ ഉണ്ട്. വണ്ടിയെല്ലാം നല്ലോണം ഓടുന്നുണ്ട്. ഇതാ ഈ ഗേറ്റിൻ്റെ അകത്തൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ പോയാൽ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ടാവും കേട്ടോ, ക്രിക്കറ്റ് കളി എന്തെങ്കിലും ഉണ്ടാവും. നോക്കാം. ഇതാണ് ഗ്രൗണ്ട്. നല്ല സൂപ്പറാണ് ഗൈസ് ഇവിടെ വന്നിരിക്കുക. ഗൈസ് എനിക്ക് പിന്നെ നല്ല സമയം ഉള്ളതുകൊണ്ട് ഇനി 1.5 സമയമുണ്ട്. അപ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും പോവാം. അപ്പോൾ ഇവിടേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കോട്ട കാണിച്ചു തരാൻ പറ്റിയ ഞാൻ കാണിച്ചു തരാം. അത് തുറന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ശില്പൻ്റെ കൂടെയോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയോ ആരും കൂടെ പോവാം. കണ്ട ഗൈസ്, ഇതാണ് ഗ്രൗണ്ട്. ഇവിടെ ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ടാവും ഇടയ്ക്കിടയ്ക്ക്. ഇതാ ഇവിടെ തന്നെ കളിക്കുന്നുണ്ട്. ഇങ്ങനത്തെ കളിയല്ല കേട്ടോ, ശരിക്കുള്ളത് വലിയ വലിയ മാച്ചൊക്കെ. അത് പിന്നെ ഇവര് വെറുതെ കളിക്കുകയാണ് എല്ലാണ്ട്. ഗൈസ് ഞാനാണെങ്കിൽ ആ ചായക്കടയത്തെ കടി കഴിക്കുന്ന ആ പേപ്പർ പിടിച്ചിട്ട് ഇനി എവിടെ കളയണം എന്ന് അറിയാണ്ട് നിന്നായിരുന്നു. ഇവിടെ പിന്നെ ഈ സാധനം ഉള്ളതൊന്നുമില്ല, അവിടെ നിന്ന് ഇതുവരെ കൊണ്ടുവന്നാണ്. കണ്ട ഗൈസ്, അവിടെ ഒരാൾ യോഗയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ പിന്നെ അങ്ങനെ ടൈം പാസിന് ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ വരും. വയസ്സായ ആൾക്കാർ, സാധാ നമ്മളെ പോലത്തെ ആൾക്കാർ എല്ലാവരും വരും. എന്നാൽ സമയം എന്താണ് സമയം ഇവിടെ ഈ കളിയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കും. ഗൈസ് അപ്പോൾ കോട്ട തുറന്നിട്ടുണ്ട് തോന്നുന്നു കേട്ടാ. നമ്മൾ നേരത്തെ ഒരു ഗേറ്റിൽ കൂടെ അല്ലേ കയറി വന്നത്, ഒരു ഗേറ്റ് കാണിച്ചിട്ട് ഇതിൽ കൂടെ. ഇനി ഇപ്പുറത്തുണ്ട് ഓപ്പോസിറ്റ് ഒരു വലിയൊരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിൽ കൂടെയാണ് ഇനി കോട്ടയ്ക്ക് എത്തുക. ആ ഗേറ്റിൻ്റെ ഓപ്പോസിറ്റ് കോട്ട. അപ്പുറത്തെ ഗേറ്റിൽ കൂടെ വരിക, ഇപ്പുറത്തെ ഗേറ്റിൽ കൂടെ ഇറങ്ങാം. അത്രയേ ഉള്ളൂ. ഇതാ കണ്ട, ഇതിൽ കൂടെ ഇറങ്ങിയ ഇതാണ് പാലക്കാട് ടിപ്പു സുൽത്താൻ ഫോർട്ട്. നമുക്ക് എന്തായാലും അകത്തോട്ട് കയറി നോക്കാം. എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് എവിടേക്കും പോകാൻ ഇഷ്ടമല്ല. കണ്ട ഗൈസ്, ഇതാണ് പാലക്കാട് കോട്ട. കോട്ടൻ്റെ എൻട്രി. ഞാനാണിങ്ങനെ എവിടേക്ക് ഒറ്റയ്ക്ക് പോകാത്ത ഒരാളാണ് ഗൈസ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും, സമയം പോകണ്ട. ഇനി 1:30 വരെ ഇരിക്കണം. പിന്നെ ശില്പൻ്റെ അകത്ത് പോയി അവൾ വാർഡിലാണ്, അവിടെ പോയി ഇരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ എത്ര നേരം വേണ്ടിട്ട് ഇരിക്കാനാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. നമുക്കെന്തായാലും ഇവിടെ പോയി നോക്കാം. ഇവിടെ തുറന്നിട്ടൊക്കെ ഉണ്ട്. അകത്തോട്ട് ഞാൻ പോകണില്ല കേട്ടോ, ഫ്രണ്ട് മാത്രം കാണിച്ചു തരാം. അകത്തോട്ടൊക്കെ പോയാൽ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യ. അവിടെയൊക്കെ കൂടുതൽ ആൾക്കാരായിട്ടായിരിക്കും വരിക. ഞാൻ ഒറ്റയ്ക്ക് പോയി മിണ്ടാതെ നിൽക്കേണ്ടി വരും. ഗൈസ് നമ്മളങ്ങനെ കോട്ടൻ്റെ അകത്തോട്ടെത്തി. അകത്തല്ല, ഈ ഫ്രണ്ടിൽ കാണിച്ചു തരാം. ടൈം കണ്ടില്ലേ, ഇതാണ് പാലക്കാട് ഫോർട്ട്. കണ്ടില്ലേ, ഇതിലൊക്കെ നിറയെ ആമയുണ്ട് കേട്ടോ. കണ്ടാ എത്രയാ മീനെന്ന്. ഫുള്ള് മീനും ആമയാണ് ഇതില്. കണ്ടാ സെറ്റായില്ലേ. ഈ ആമയില്ലേ ഡേഞ്ചറാണ് കേട്ടോ, ഡേഞ്ചറാണെന്നാ പറഞ്ഞത്. ഇത് കടിക്കുക അങ്ങനെ എന്താ ചെയ്യുമെന്ന് പറഞ്ഞു. ശിവ എൻ്റെ അടുത്ത് പറഞ്ഞാണ്. എത്രയാണ് കേട്ടോ. ഗൈസ് പിന്നെ ഞാനും ശിവയും കൂടെ അന്ന് വന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരാൾ പറഞ്ഞാട്ടാ, ഈ കണ്ട ഈ കനാല് പോലത്തെ ഈ പാലം, സംഭവം ഇത് ടിപ്പു സുൽത്താൻ്റെ കുതിര ചാടും അത്രേ. ഇത് പിന്നെ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം അതിന് അത്രയുണ്ട് എന്ന്. ഞാനും ശിവയും കൂടെ ആകെ ഷോക്കായി ഇത് ചാടുന്നു പറഞ്ഞപ്പോൾ. ഇത് എന്താണിത്, കാണിച്ചു തരാട്ടെ ഗൈസ്. ഇത് ടിപ്പു സുൽത്താൻ്റെ കുതിര ചാടുന്നാ പറയണത്. എനിക്ക് തോന്നിയില്ല കേട്ടോ അത് ചാടുന്ന്. കാരണം ഇത് നോക്ക്, എന്താ ഇത് ഇത്രയൊക്കെ ചാടാൻ നടക്കുന്ന കാര്യമില്ല. അതും കുതിര ഇത്ര ദൂരമേ. ഇത് ചാടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്ന ഒരാൾ. ആര് ശിവയാണെങ്കിൽ ഇതിന് ശരിക്കാണോന്നും അറിയില്ലല്ലോ. ഞങ്ങളാണെങ്കിൽ ചിരിച്ച് മതിയായി. ഞങ്ങൾക്ക് അറിയില്ല കറക്റ്റ് എന്താന്ന്. നോക്കാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യട്ടാ. കാരണം ഇതെന്ന് പറയുമ്പോൾ ഇമ്പോസിബിൾ ആണ് ഗൈസ്. കാരണം നമ്മളാരും കണ്ടിട്ടും ഇല്ല. ഇതാരെങ്കിലും ചിലപ്പോൾ പറഞ്ഞ കഥയായിരിക്കും, അറിയില്ല കേട്ടോ ആര് പറഞ്ഞതാണോ എന്താണോ എന്ന്. ഇത്ര വലിയ സാധനം ചാടും തോന്നണം. അതൊരു കുതിര, വല്ല പറക്കണ പക്ഷി എന്തെങ്കിലും ആണെങ്കിൽ പറന്ന് പോവാ പറയാ. ഇത് കുതിര ചാടും പറഞ്ഞാൽ എനിക്ക് വിശ്വാസമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി അതിൻ്റെ ട്രൂത്ത് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, ഇവിടെ എന്തോ ഒരു കൊടിമരമാണ്. ഇതെന്തോ സാധനം ഉണ്ട്. ഇതാ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഇവിടെ നിവർത്തി വരയ്ക്കും കൊടി. കയറൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിനി ഇങ്ങനെ അകത്തോട്ട് പോവാം. ഞാൻ ഇവർ കോട്ടയിൽ നിന്നൊക്കെ കുറേ പേര് ഇങ്ങനെ റീലും ഫോട്ടോ ഒക്കെ എടുക്കുന്ന സ്പോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ.
അവിടെ ഇപ്പം നിൽക്കണ്ടാവില്ല, കാരണം ഇന്ന് എന്ന് പറഞ്ഞാൽ തിരക്കൊന്നുമില്ല, സ്കൂളൊന്നും ഇല്ലല്ലോ. സ്കൂളുണ്ടെങ്കിൽ പിന്നെ പിള്ളേർ മൊത്തം കപ്പിൾസ് ആയിട്ട് വന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടാവും. സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്തിരി വയസ്സായവർ നടക്കാൻ വന്നവരും അവരൊക്കെ തന്നെ ഉള്ളൂ. ഇതാ നമ്മൾ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഇതാ ഗൈസ്, ഇതാണ് സ്പോട്ട്. എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്ന സ്പോട്ട് ഇതാണ്. ഫോട്ടോ റീല് അങ്ങനെ എല്ലാം എടുക്കുന്നത് ഈ സ്പോട്ടിലാണ്. പിന്നെതാ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നോക്കാം. പിന്നെ കോട്ടയ്ക്കകത്തൊരു അമ്പലം ഉണ്ട് കേട്ടാ, ഗണപതിൻ്റെ അല്ല, ഹനുമാൻ്റെ. ഇതാ ഇവിടെ ഒരു അമ്പലമുണ്ട്. ഇവിടെ കാണിച്ചു തരാം. ഇതാ കണ്ട ഡോറ് ഇവിടെ. ഗൈസ്, ഞാൻ അമ്പലത്തിൽ കയറിയില്ല കേട്ടാ, ഒന്നുമില്ല, കയറിയില്ല, ഒറ്റയ്ക്കല്ലേ, എനിക്ക് ശരിയായില്ല ഗൈസ്. ഇത് കണ്ട, ഇതിനകത്ത് ഇനി കയറി കഴിഞ്ഞാൽ മൊത്തം അടുത്ത ഒരു പാർക്കുണ്ട് പിള്ളേരുടെ, പിന്നെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് നല്ലൊരു റീൽ സ്പോട്ടാണ് കേട്ടോ, ഇവിടെ നിന്നും കുറേ പേരൊക്കെ റീലൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു പാർക്ക് അങ്ങനെ എന്താ ഇരിക്കുന്ന സംഭവമുണ്ട്. വെറുതെ ചുമ്മാ നേരം പോക്കിന് പോയി ഇരിക്കുക. ഞാൻ എന്തായാലും കയറുന്നില്ല, ഒറ്റയ്ക്കല്ലേ. ഞാൻ പിന്നെ വേറെ ആരെയും കൂടെ വരുമ്പോൾ ഞാൻ കയറി കാണിച്ചു തരാം ഗൈസ് ഇതിൻ്റെ സെറ്റപ്പ് എന്താന്ന്. അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരിക്കുക. പിന്നെ ജയിലുണ്ട്, പക്ഷേ ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് എന്തോ ആണ്, ജയിൽ എടുക്കാൻ പറ്റില്ല തോന്നുന്നു, അറിയില്ല, നോക്കാം. നമുക്ക് പിന്നെ വേറെ ആരെങ്കിലും ആയിട്ട് വരാം, കാരണം എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല ഒറ്റയ്ക്ക് ഇങ്ങനെ ക്യാമറയും പിടിച്ച് ഇങ്ങനെ പോവാൻ ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി, നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ചേച്ചിനെ ഒന്ന് കാണാം, അല്ലേ അവിടെ പോയി നിൽക്കാം. അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാനാണ്, പ്രത്യേകിച്ച് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുക, പോസ്റ്റ്. അപ്പോൾ അവിടെ പോയി ചേച്ചിയെങ്കിലും ഉണ്ടാവും, അവിടെ പോയി നിൽക്കുക. ഇവിടെ നിന്ന് എന്തായാലും പോയിട്ട് ഇവിടെ പിന്നെ ഒരു ദിവസം വരാട്ടാ. പിന്നെ ഒരു ദിവസം എല്ലാ ചേച്ചിൻ്റെ കൂടെയോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയോ ആരെയും കൂടെ വന്നിട്ട് അകത്തൊക്കെ പോയി കാണിച്ചു തരാം. കാരണം എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യ, അതുകൊണ്ടാണ്. ഒറ്റയ്ക്ക് പോകുമ്പോൾ എന്തോ പോലെ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ ഒരു സ്പോട്ടിക്കൊക്കെ ഞാൻ വരുന്നത്, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കൊന്നും എവിടേക്കും പോവില്ല. ഇന്ന് പിന്നെ അവിടുത്തെ പോസ്റ്റ് ആയിരിക്കണ്ടേ, ഹർത്താലായതുകൊണ്ട് തിരക്കുണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് പിന്നെ ഒറ്റയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ട് വന്നത്. തിരക്കൊന്നും ഉണ്ടെങ്കിൽ ഞാൻ വരില്ല, നമുക്കപ്പം ആരെങ്കിലും വേണം കൂടെ, എന്നാലേ വരുള്ളൂ. ഇനി ഇവിടേക്ക് വരാം, പിന്നെ ഒരു ദിവസം ഇവിടെ മലമ്പുഴ ഇതെല്ലാം കൂടെ ഒരു ദിവസം ഒരു ട്രിപ്പിൽ വരാം, എന്നിട്ടത് കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ അപ്പോൾ എന്തായാലും നമുക്ക് ഇറങ്ങാൻ ഇനി ഹോസ്പിറ്റലിലേക്ക് പോവാം. ഇതാട്ടെ ഗൈസ്, ഇതാ ടിപ്പു സുൽത്താൻ്റെ കുതിര ചാടിയ വെള്ളപ്പൊക്കമല്ല, ഈ പാലം, ഈ സംഭവം, കനാല് അത്ര. പിന്നെ അകത്ത് കയറിയാലില്ലേ, ഞാൻ പുറത്തുനിന്ന് കാണിച്ചു തരാൻ പറഞ്ഞില്ല. അതെങ്ങനെ ഈ വട്ടം, ഈ ഇങ്ങനെ വട്ടം, ഇത് അവിടെയൊക്കെ ഉണ്ട്. ആ വട്ടത്തിലൊക്കെ ഇങ്ങനെ അകത്ത് കയറി ഇങ്ങനെ നിൽക്കുക. കുറേ സംഭവമുണ്ട് ഇങ്ങനത്തെ, അതിലൊക്കെ അകത്ത് ഇങ്ങനെ കയറി നിൽക്കുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല. എന്താ കഴിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഓരോ വട്ടത്തിൽ കയറി ഇരിക്കുകയാണെന്നതാ. ഇതിൽ കയറാം, അപ്പുറത്ത് കയറാം. പിന്നെ ഇതാ ഇവിടെയും കണ്ടോ കുറേ ഉണ്ടല്ലോ. ഇതിലെല്ലാ വട്ടത്തിലും ഓരോ കപ്പിൾസായി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ അങ്ങനത്തെ ഒന്നും കയറിയാൽ ശരിയാവില്ല. ഇന്നുണ്ടാവില്ല കേട്ടോ, ഇന്ന് സ്കൂളില്ലല്ലോ, അതുകൊണ്ട് ഇന്നുണ്ടാവില്ല. അപ്പം അങ്ങനെയാണ് പരിപാടി. അതിൽ ഇരിക്കാൻ പറഞ്ഞാൽ വലിയ സെറ്റപ്പൊന്നും ഇല്ല കേട്ടോ, വെറുതെ എങ്ങനെ ആ വട്ടത്തിൻ്റെ അകത്തൊരു സാധാ ഒരു താഴെ അവിടെ ഇരിക്കുക, അത്ര തന്നെ. നമുക്ക് എന്തായാലും പോവാം. കണ്ടില്ലേ ഗൈസ്, നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമല്ലേ, ഒരു വൈബ് പ്ലേസ്, എന്താ ഒരു റിലാക്സേഷന് പറ്റിയ സ്പോട്ടാണത്. നല്ല തണുപ്പത്ത് ഇങ്ങനെ ഇരിക്കുക. പാലക്കാട് എത്ര ചൂടാണെങ്കിലും ഇതിനകത്ത് വന്ന് നല്ലൊരു കുളിർമയുണ്ട്. നമുക്കിനി നേരെ ചേച്ചിൻ്റെ അടുത്തേക്ക് പോവാം, ഹോസ്പിറ്റലിൽ. അതിന് മുന്നേ അവൾ വരുമ്പോഴേക്കും എനിക്ക് ഒരു ഹോട്ടൽ ഏതോ ഉണ്ടാകുന്ന നോക്കി വെക്കാൻ പറഞ്ഞു, തുറന്നിട്ടുണ്ടാകുന്നത്, സോഷ്യൽ കിച്ചൺ. തുറന്നിട്ടുണ്ടെങ്കിൽ അവൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കാൻ പോകണം. എനിക്ക് തോന്നിയില്ല അതൊന്നും ഉണ്ടാകുമെന്ന്, കാരണം ഇതെന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലായതുകൊണ്ട് ആ കട തുറന്നിട്ടുണ്ട്. പിന്നെ അഡ്മിറ്റ് പേഷ്യൻസിനും ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ ഫുഡ് കഴിക്കണ്ടേ, അതിന് വേണ്ടി തുറന്നായിരിക്കും. അത് പിന്നെ അടച്ചിടാൻ പറയാൻ പറ്റില്ലല്ലോ, അവർ എവിടെന്നെങ്കിലുമൊക്കെ വന്ന ആൾക്കാരാണെങ്കിൽ എങ്ങനെ കഴിക്കും, കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട്. അപ്പം നമുക്കിനി സോഷ്യൽ കിച്ചൺ നോക്കാം. ഉണ്ടാവില്ല എന്ന് തന്നെ എൻ്റെ ഒരു നിഗമനം. ഇനി ആദ്യം ചേച്ചിൻ്റെ അടുത്ത് പോവാം, എന്നിട്ട് ബാക്കി നോക്കാം. ഓക്കെ, എന്താ കൈസ്, ഇതാണ് കോട്ടൻ്റെ ആ വാതിൽ. ഞാൻ ഇറങ്ങിയിട്ടാ കണ്ട കൈസ്, തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. പണിമുടക്ക് വന്നിട്ട് അങ്ങനെ തിരക്കില്ലായ്മയൊന്നുമില്ല, കടകൾ മാത്രമേ ഇല്ലാത്തുള്ളൂ. ആ വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. പണ്ടൊക്കെ ഹർത്താൽ പറഞ്ഞ സീനല്ലേ, ഇങ്ങനെ വണ്ടിനൊക്കെ തടുക്കും, ചില്ല് പൊട്ടിക്കും, അതൊക്കെ ചെയ്യില്ലേ. ഇപ്പം പിന്നെ അങ്ങനെയൊന്നുമില്ല. നമുക്കിനി എന്തായാലും ആ ഗേറ്റിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഗേറ്റ്. ഇത് കഴിഞ്ഞിട്ട് ഇനിയും പോവാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ഗേറ്റ് എത്തി, നമ്മൾ എക്സിറ്റ് അടിച്ച ഗേറ്റ് എത്തി. ഇതിപ്പോൾ നമ്മുടെ എൻട്രി ആണ്.
ഇനി ഈ ഗേറ്റിൽ കൂടെ എൻ്റർ ചെയ്തിട്ട് അപ്പുറത്തെ ഗേറ്റിൽ കൂടെ എക്സിറ്റ്. അപ്പോൾ നേരെ ഹോസ്പിറ്റൽ. അത്രയേ ഉള്ളൂ. ഇവിടെ പിന്നെ ഈ സംഭവത്തിൻ്റെ ഗ്രൗണ്ടൊക്കെ കാണുന്നു. ഇതെന്താണ്? ബാസ്കറ്റ് ബോൾ അല്ലേ? ആണ്, ബാസ്കറ്റ് ബോളിൻ്റെ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ഇപ്പുറത്ത് വേറെ ഗ്രൗണ്ട് ഉണ്ട്. ഇത് ക്രിക്കറ്റ്, ഇത് ബാസ്കറ്റ്. ഇനി നമുക്ക് പോവാം. എന്താ ചെയ്യണം? അപ്പം ഇനി 1:30 വരെ ഇരിക്കണം. അവിടെ പോയിട്ട് അവൾ എന്താ ചെയ്യണം നോക്കട്ടെ. ഇരിക്കാം. അപ്പം ഇല്ലേ, ഈ ഹർത്താലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇന്ന് കല്യാണോ അങ്ങനെ എന്തെങ്കിലും വെച്ച ആൾക്കാർക്ക് എന്ത് ചെയ്യും? അതൊക്കെ ഓടാല്ലേ, വണ്ടിയൊക്കെ ഓടുമായിരിക്കും. അപ്പോൾ മറ്റേ ഓഡിറ്റോറിയൊക്കെ തുറന്നു കൊടുക്കായിരിക്കും അല്ലേ? അല്ലാണ്ട് പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? കല്യാൺ ഡേറ്റ് മാറ്റാൻ പറ്റില്ലല്ലോ. എനിക്കത് ഇന്ന് രാവിലെ തൊട്ട് എൻ്റെ ടെൻഷൻ ഗൈസ്. എന്താല്ലേ ഓരോ ടെൻഷനുകൾ ഗൈസ്. നമ്മുടെ നെക്സ്റ്റ് നേരത്തെ എൻട്രിയും ഇപ്പോൾ എക്സിറ്റും ആവാൻ പോയ ഗേറ്റ് എത്തി കഴിഞ്ഞു. ഇതാ ഗേറ്റ്. ഇതാണ് ഹോസ്പിറ്റൽ. ഇനി അകത്ത് കയറട്ടെ. അവളിനെ എന്തായാലും വിളിച്ചിട്ട് പോവാം. ഹലോ, എവിടെ? ഞാൻ വരട്ടെ വാടിക്ക്? എൻ്റെ കഴിഞ്ഞു വരുന്നുണ്ട്. ശരി ഗായ്സ്. അപ്പോൾ അവള് വാടിക്ക് വന്നോ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് ഇവിടെ വിളിക്കണോ? ഹലോ ഗായ്സ്, ഞാൻ ചേച്ചിനെ കാണാൻ വേണ്ടി വന്നിരിക്കട്ടോ. അപ്പം അമ്മൻ്റെ മെസ്സേജ് കണ്ടാതാ. ശ്യാമേ, ഡോക്ടറെ കാണിച്ചോ? നീ എന്തെങ്കിലും കഴിച്ചോ? കടകൾ വല്ലതും തുറന്നിട്ടുണ്ടോ എന്നൊക്കെ. ഞാൻ ചായ കുടിച്ചു, പിന്നെ വട കഴിച്ചു. ഒരു കട തുറന്നിട്ടുണ്ട്, ചായക്കട. അപ്പോൾ അവിടെ നിന്ന് കഴിച്ചിട്ട് ഇനി ഇപ്പം ഷിപ്പൻ്റെ അവിടേക്ക് വന്നിരിക്കണോ. ഈ സ്റ്റേജിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ വീണ്ടും നമ്മുടെ മറ്റേ ഗേറ്റുള്ള സ്ഥലമില്ലേ, 2 ഗേറ്റുള്ളവിടെ, അവിടേക്ക് വന്നിരിക്കുകയാണ്. കാരണം അവിടെ തിരക്കും ആൾക്കാരും. ഞാൻ പിന്നെ ഇറങ്ങിയിട്ട് ഇവിടെ ഇനി ഒരു ഉച്ചയാകുമ്പോൾ പോവാം അങ്ങനെ വിചാരിച്ചിട്ട് ഇവിടേക്ക് വന്നു. ഇനി ഇവിടെ എവിടെയെങ്കിലും തന്നെ നിൽക്കാം ഒരു ഉച്ച വരെ. ഹോട്ടലൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോയി കഴിക്കായിരുന്നു. ഹോട്ടലും ഇല്ല, ഒന്നും ഇല്ലാത്തതുകൊണ്ടേ ഭയങ്കര പ്രശ്നം ഗൈസ്. ഞാൻ തിരിച്ച് വീണ്ടും കോട്ടയത്ത് തന്നെ എത്തി. ഇവിടെ വൻ പോസ്റ്റ് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ പാട്ടും വെച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഹായ് ഗൈസ്, ഞാൻ ചെറുതായിട്ടൊന്ന് പൊസിഷൻ മാറി ഇതായി ചെയറാക്കി. ഇവിടെ ഉള്ള ആളുകൾ എണീച്ചപ്പോൾ ഇവിടെ വന്നിരുന്നു. ഗായ്സ്, നമ്മൾ വീണ്ടും ചായ കുടിക്കാൻ വന്നു. കാരണം നേരത്തെ ഒരു ചായയും വടയല്ലേ കഴിച്ചുള്ളൂ. അതിന് ഇത്ര നേരമൊക്കെ തന്നെ ഓടുള്ളൂ. ഇനി എന്തെങ്കിലും അകത്ത് പോയാലേ ഇനി അടുത്ത് ഓടുള്ളൂ. ഇത് പക്ഷേ വേറൊരു കട, ചായയുടെ കട. ഇവിടെ കുറച്ച് കുഴപ്പമില്ല, ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടെ ഓടിക്കാം ഗായ്സ്. അപ്പോൾ ഒരു ചായയും പഴംപൊരിയും കൂടെ കഴിച്ചു. ഇനി അങ്ങോട്ട് പോകും നോക്കുകയാണ്. ഇങ്ങോട്ട് പോയാൽ നമ്മുടെ ഗേറ്റ്, ഇങ്ങോട്ട് പോയാൽ കോട്ടയ്ക്ക് തന്നെ പോവാല്ലേ. ഇവിടെ തന്നെ പോവാം. ഒരു ചായയും പഴംപൊരിയും കൂടെ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത്തിരി ഒരു ആശ്വാസം. ഇനി കുറച്ചേരം കഴിഞ്ഞിട്ട് ഇനി ഒന്നും കൂടി പോകേണ്ടി വരും തോന്നുന്നുണ്ട്. ഭയങ്കര വിശപ്പാണേ ഗൈസ്. നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ പൊസിഷനിൽ തന്നെ എത്തി. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പോസ്റ്റ് തന്നെ കേട്ടാ. ഇനിയിപ്പോൾ 12 മണിയായി. ഇനി ഒരു 1.5 മണിക്കൂർ ഇരിക്കണം. 1.5 മണിക്കൂർ. ഞാൻ ഒരു 1 മണിയാകുമ്പോൾ ശില്പൻ്റെ അവിടേക്ക് പോവാം. എന്നിട്ട് ബാക്കി അവിടെ പോയിരിക്കാം. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ ഇല്ലേ നേരത്തെ ഗേറ്റുള്ള സ്ഥലമില്ല, അവിടെ വന്നിരിക്കുകയാണ്. ആ കോട്ടയിൽ നിന്ന് ഇവിടെ വന്നിരിക്കുകയാണ്. എന്താ ഇവിടെ നല്ലൊരു ബെഞ്ച് കിട്ടിയപ്പോൾ ഇവിടെ ഇരുന്നു. ഇപ്പോൾ ഗ്രൗണ്ട്. എന്തായാലും ഗൈസ് അവസ്ഥ ഫുള്ള് പോസ്റ്റ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴൊക്കെയാണ് ഒരു ഗേൾ ഫ്രണ്ട് വേണ്ടത് അല്ലേ. അപ്പോൾ വരുമ്പോൾ അതിനെയും കൊണ്ട് വന്നാൽ ഫുള്ള് ഇവിടെയൊക്കെ കറങ്ങുക, മിണ്ടാതിരിക്കുക. പിന്നെ ഇവിടെ കടയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ വലിയ ചിലവൊന്നും ഉണ്ടാവില്ല. ഒരു ചായ ഒരു കടി കൂടിപ്പോയ 20 രൂപ ചിലവുള്ളൂ. ഹായ് ഗൈസ്, സമയം ഇപ്പോൾ 1 മണിയായി. ഇനി നമുക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാം. ഇനി 1:30 വരെ ഉള്ളൂ ചേച്ചിക്ക് ഡ്യൂട്ടി. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഇനി ഒരു അരമണിക്കൂറല്ലേ ഉള്ളൂ. ഇരിക്കുമ്പോഴേക്കും സമയവും. പിന്നെ നേരെ പോവുക. ഇരുന്നിരുന്ന് എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി. കാരണം നേരത്തെ എണീച്ചിട്ടും ഉണ്ടായിരുന്നില്ല രാവിലെ ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പം വരണോ നേരെ പോയിട്ട് നോക്കട്ടെ. തിരക്കൊക്കെ കഴിഞ്ഞാണ്. കൈ കണ്ട ഫുള്ള് വേർക്കും. ഗൈസ് ഇവിടെ എത്തി ഗൈസ്. ഫുൾ സീൻ. 1:30 കഴിഞ്ഞോട്ടെ. ഇനി പോവന്നെ.
ഗൈസ് അങ്ങനെ ശില്പനം കിട്ടി, ഇനി പോവാണ്. വിശന്നിട്ട് വയ്യ, അതുപോലാണെങ്കിൽ കഴിച്ച് വയറ് നിറച്ചിട്ടിരിക്കുകയാണ്. അമ്മ ഇഡ്ഡലി ആക്കി കൊടുത്തിട്ടുണ്ട്. എനിക്കാക്കി തെറ്റ കഴിച്ചപ്പോ ഞാൻ വേണ്ട പറഞ്ഞു. ഇനി ഇവിടെ വന്ന് ഞാൻ എങ്ങനെ കഴിക്കാനാണ്? നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും, നല്ല ഇഡ്ഡലി നല്ല തട്ടിയിട്ടിരിക്കും. ശരി ഗൈസ്, ഇനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നേരെ വീട്ടിക്ക്. അപ്പൊ ബൈ ബൈ. പോണ വഴിക്ക് എന്തെങ്കിലും കഴിക്കാൻ തുറന്നിട്ടുണ്ടെങ്കിൽ കഴിക്കും. ഗൈസ് നമ്മളിതാ സോഷ്യൽ കിച്ചണിൽ എത്തിയിരിക്കുകയാണ്. ബട്ട് ഇവിടെ കഴിക്കാനില്ലേ, പാർസൽ മാത്രമേ ഉള്ളൂ, ഇവിടെ ഇന്ന് കഴിക്കാൻ പറ്റില്ല പറഞ്ഞു. അപ്പം എന്ത് ചെയ്ത് 2 റോയൽ ഫലൂഡ ഓർഡർ ചെയ്തിട്ടിരിക്കണ്ടേ, കുടിക്കാൻ പറ്റുമോ? ഗായ്സ് നമ്മുടെ ഓർഡർ വിളിച്ചു, ഓർഡർ ഇല്ല ടോക്കൺ നമ്പർ വിളിച്ചു. 1 ആയതുകൊണ്ട് പിന്നെ ഫസ്റ്റിന് വിളിച്ചു. ഹോസ്പിറ്റലിൽ 1 കിട്ടിയില്ലെങ്കിൽ ഇവിടെ കിട്ടി 1. ഇത്ര വലിയ സാധനം ഞാൻ കഴിക്കുമോ എനിക്ക് ഇപ്പൊ തന്നെ ഡൗട്ടായി. കഴിക്കാം. പക്ഷേ ഗൈസ് ഇത് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് എടുത്തിട്ട് കാണാം. 1 മിനിറ്റ് കേട്ടോ. ഗൈസ് അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഗൈസ് ഇത് എന്നെ കൊണ്ടാവില്ല, എന്തിട്ട് കഴിച്ചിട്ടും കഴിയണേ ഇല്ല. എനിക്കാണെങ്കിൽ കഴിയാത്തതിൻ്റെ സങ്കടം, അവൾക്ക് കഴിയണതിൻ്റെ സങ്കടം. നോക്ക് എൻ്റെ ഇത്രയും ബാലൻസ് ആണ്. കാരണം എനിക്ക് ഈ ഒറ്റവടിക്ക് മധുരമൊന്നും ഉത്തര കഴിക്കാൻ ഇഷ്ടമല്ല. മധുരം ഉണ്ടാ വേറെ എന്തെങ്കിലുമൊക്കെയാണെങ്കിൽ കഴിക്കായിരുന്നു. ഇത് ആകെ സീനായി. ഇനി എന്തായാലും ഇതിവിടെ മതിയാക്കിയിട്ട് പോവാം. ഗൈസ് എന്താ നിന്റെ അഭിപ്രായം? അതാ 98 രൂപയല്ലേ, 99. ഇപ്പം ഞാൻ ഒരു 30-40 രൂപ കഴിച്ചിട്ടുണ്ടാവും. ഇനി ബാക്കി 50 രൂപ നഷ്ടം. ഗൈസ് കുഴപ്പമില്ല. ഗൈസ് അപ്പോൾ തിരിച്ച് വീടെത്തിയിട്ടുണ്ട്. ഇതാ മെഡിസിനും കാര്യങ്ങളൊക്കെ ഇന്ന് നാളെ തൊട്ട് കഴിക്കണം. ഇന്ന് രാവിലെയാണ് കഴിക്കേണ്ടത്. അപ്പം അത്രേ ഉള്ളൂ. നാളെ രാവിലെ മാത്രം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.